നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെ കുഞ്ഞേച്ചി ഉണ്ടല്ലോ, എന്താണ് ആ സാധനത്തിന്റെ പേര്? ആ, ആരതി. അവരെ സഹിക്കാൻ വലിയ പാടാണ് കേട്ടോ. പാടാണെങ്കിൽ ഇയാള് സഹിക്കണ്ട, ഞങ്ങള് സഹിച്ചോളാം കുഞ്ഞേച്ചിയെ. ഞാനല്ല, എന്റെ കൊച്ചേട്ടൻ മുരളി ഉണ്ടല്ലോ, അയാളാ സഹിക്കേണ്ടത് ആ സാധനത്തിന്. സഹിക്കാൻ അങ്ങോട്ട് ചെല്ലട്ടെ, അപ്പൊ കാണാം ബാക്കി. നിങ്ങക്ക് കുഞ്ഞേച്ചിയുടെ സ്വഭാവം അറിയാത്തോണ്ടാ. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്, അവരെ സഹിക്കാൻ വലിയ പാടാണെന്ന്. ഏതായാലും മേയറുടെ മോളെ കല്യാണം കഴിയുന്നവരെ ഇവിടെ തന്നെ കാണണം കേട്ടോ. ഇനിയും കാണാം നമുക്ക്. അയ്യോ, ഭയന്നു പോയി ഞാൻ. താങ്ക്സ് പ്രസാദേട്ടാ, വീണെങ്കിൽ നടുവൊടിഞ്ഞേനെ. അങ്കിളെ പിടിച്ചോണ്ട് വീണില്ല. താങ്ക് യു അങ്കിൾ. ആരാണെന്തോ ഈ പഴത്തൊലി ഇവിടെ എറിഞ്ഞത്. സ്റ്റുപ്പിഡ്. ആഹാ, ഇവനാള് കൊള്ളാലോ. ആരാഞ്ജലി ഇത്? എന്റെ മകനാ പ്രസാദേട്ടാ, ഞങ്ങളോടൊപ്പം ഇടയ്ക്ക് വരാറുണ്ട്. അഞ്ജലിയുടെ മകനോ? അതെ, എന്റെ മകൻ. എന്താ ഒരു അതിശയം പോലെ? ഏയ് ഒന്നുമില്ല, നല്ല കുട്ടിയാ. നല്ല വൃത്തിയും ബോധം ഉണ്ട് അവന്. താങ്ക് യു. അവൻ ആള് സ്മാർട്ടാ, ആരോടും എളുപ്പം ഇണങ്ങിക്കോളും. എന്താ മോന്റെ പേര്? അച്ചു. അച്ചൂന്ന് വിളിക്കും. അച്ചൂട്ടാന്ന് വിളിച്ചാലും വിളിയേക്കാൻ ഞാൻ റെഡിയാ. ഇവൻ വെറും സ്മാർട്ട് അല്ല, ഓവർ സ്മാർട്ടാ. അമ്മയെ പോലെ തന്നെ. ആഹാ, വാ. ഹലോ, അതെ, രാധാവർമ്മയാണ്. പൂവോ? പക്ഷെ അതൊന്നും ഞാൻ ഓർഡർ ചെയ്തതല്ലോ. അതെ, അമ്മ ഈവൻസ് തന്നെയാണ് എല്ലാ ഓർഡറുകളും ചെയ്തിരിക്കുന്നത്. നിങ്ങളോട് ആരാ പറഞ്ഞ എന്നെ വിളിക്കാൻ? എന്താ, നിങ്ങള് വീട്ടുമുറ്റത്ത് വന്നെന്നോ? ആര് പറഞ്ഞിട്ട്? ശരി ശരി, നോക്കട്ടെ. അവിടെ തന്നെ വെയിറ്റ് ചെയ്തോ. അഞ്ജലി ചേച്ചി, ചേച്ചി, നാളെ കല്യാണത്തിന് വെക്കേണ്ട പൂവും കൊണ്ട് ആരോ വന്നിട്ടുണ്ടെന്ന്. പൂവൊക്കെ നാളെ രാവിലെ എത്തിക്കാനാണല്ലോ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ഇതാരാ രാത്രി ആ സമയത്ത്? ആരാണെന്ന് പറഞ്ഞില്ല. ഇനിയിപ്പോ ആ ആനന്ദിന്റെ പണി വല്ലതും ആണോന്നാ സംശയം. പക വന്ന അവൻ പാമ്പാ, പാത്തും പതുങ്ങിയും നിന്ന് ആഞ്ഞു കൊത്തും. ഏയ്, അവൻ ഇനി അതിനൊന്നും ഒരുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വേറെ എന്തോ കൺഫ്യൂഷൻ ആണെന്ന് തോന്നുന്നു. ഞാൻ പൂവിന് ഓർഡർ കൊടുത്തത് ശ്രദ്ധിക്കാതെ പ്രസാദേട്ടിനെ ഏർപ്പാട് ചെയ്തതാണെങ്കിലോ? എന്നാ ചേച്ചി പോയെന്ന് നോക്ക്, സൂക്ഷിച്ചാ മതി. പൂവാണെന്ന് പറഞ്ഞ അവൻ വല്ല ബോംബോ ആസിഡോ തന്നു വിടാതിരുന്നാ മതി. ഹാ, എങ്കിൽ ഞാനത് അവന്റെ തലയെ തന്നെ അടിച്ചൊടയ്ക്കും. നോക്കിക്കോ, ഞാനേ പഴയ കളരിയാ. അവനൊന്നും എന്നെ അറിയാത്തതുകൊണ്ടാ. ഹാ, നിങ്ങളാണോ ഫോൺ ചെയ്തത്? അതെ. ഇതാരാ ഓർഡർ ചെയ്തത്? ഇവിടുത്തെ സാറ്. മോൾക്ക് നല്ല ഒറിജിനൽ പൂ വേണമെന്ന് പറഞ്ഞപ്പോൾ തോവാളയെന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാ. ഇപ്പം മുട്ട രാവിലെ വിരിയുള്ളൂ. ഓ,
വർമ്മ സാർ ഓർഡർ തന്നതാണല്ലേ? എന്നാ പിന്നെ ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് പോകാം. രാധമോളെ, എന്തോ? അപ്പോ ഞാൻ കരുതിയതും വിശ്വസിച്ചതൊക്കെ സത്യമാണ്. താൻ അഞ്ജലി അല്ല, തൃപ്പങ്കോട് സുഭദ്രയുടെ അനിയത്തി രാധയാണ്. തൃപ്പങ്കോട്ട് വാസുദേവന്റെ രണ്ടാമത്തെ മകൾ. ആരാ നിങ്ങള്? എന്തൊക്കെ ഈ പറയുന്നേ? നിങ്ങളോ? ഒരിടത്തും പോയി ജോലി ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? ഓരോരോ പ്രാന്തം പറഞ്ഞ് വേഷം മാറി പിന്നാലെ വന്നോളൂ. സോറി, ഇങ്ങനെ പാത്രം കഴുകിയും പലഹാരം ഉണ്ടാക്കിയും ജീവിക്കാതെ തൃപ്പങ്ങോട്ട് സ്വത്തും സൗഭാഗ്യങ്ങളും തിരികെ നേടി എന്റെ സുഭദ്രാമ്മയുടെ അനിയത്തിമാര് രാജകുമാരിമാരെ പോലെ ജീവിക്കുന്നത് കാണാനാ ഞാനിങ്ങനെ പിന്നാലെ നടക്കുന്നത്. ഇതിനെ രാധ ഭ്രാന്തെന്ന് വിളിക്കരുത്. നിങ്ങളോട് പലതവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാ, എങ്കിലും വീണ്ടും ഞാൻ പറയുന്നു, ഞാൻ രാധയുമല്ല രുക്മിണിയുമല്ല. ഈ തൃപ്പങ്ങോട്ട് സുഭദ്രയെ എനിക്ക് അറിയില്ല, അറിയില്ല, അറിയില്ല. അപ്പൊ പിന്നെ ഞാൻ രാധയെന്ന് വിളിച്ചപ്പോ വിളി കേട്ട് തിരിഞ്ഞു നോക്കിയ എന്തിനാ? അത് ഇവിടുത്തെ രാധാവർമ്മയ്ക്കുള്ള പൂവാണെന്നല്ലേ നിങ്ങൾ ഫോണിൽ പറഞ്ഞത്? അപ്പോ രാധേന്ന് അവരെ ഉദ്ദേശിച്ച് വിളിച്ചതാവൂന്ന് കരുതി, അതാ വിളി കേട്ടത്. കൊള്ളാം, ഒരുവിധം ഒപ്പിച്ചു. തൃപ്പങ്ങോട്ടെ പെൺബുദ്ധി പിൻബുദ്ധി അല്ലെന്നായിരുന്നു എന്റെ വിശ്വാസം. പക്ഷെ സുഭദ്രാമ്മയെ സംബന്ധിച്ചിടത്തോളം ആ പുരുഷന്റെ നേർക്കെങ്കിലും അത് പിൻബുദ്ധിയായിപ്പോയി. അതെന്റെ ദുരന്തം അനുഭവിക്കുന്നത് അവര് മാത്രമല്ല, എന്റെ അച്ഛനും നിങ്ങൾ 3 പെൺകുട്ടികളും, ഒപ്പം ആ ഇളം കുഞ്ഞും. ചേച്ചി, കോട്ടയ്ക്കൽ മേഘനാഥനെ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ലല്ലോ. അതെന്താ ചോദിച്ചേ? വെറുതെ. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റുമോ നമുക്ക്? നല്ല ചോദ്യം. മറ്റുള്ളവരുടെ കാര്യം പറയാൻ എനിക്കറിയില്ല, പക്ഷേ എന്നോട് വ്യക്തിപരമായി ചോദിച്ചാൽ കല്യാണം കഴിക്കാൻ പറ്റുമെന്നാണ് എന്റെ ഉത്തരം. അതിന് ഒറ്റ കാരണമേ ഞാൻ പറയൂ. എനിക്ക് ഈ കല്യാണച്ചെക്കനെ കണ്ടുപിടിച്ചതും അത് നടത്തി തരുന്നതും എന്റെ അച്ഛനാ, തൃപ്പങ്ങോട്ട് വാസുദേവൻ. അപ്പൊ അച്ഛൻ പറയുന്നത് എന്തും കണ്ണടച്ചനുസരിക്കണം എന്നാണോ ചേച്ചി പറയുന്നേ? അതെ. സുഭദ്രാമ്മയ്ക്ക് മരണം കൊണ്ടെങ്കിലും മോചനം ഉണ്ടായി. പക്ഷേ നിങ്ങൾ ഇപ്പോഴും അത് അനുഭവിച്ച് നരകിക്കുന്നു. ഈ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ഉണ്ടാവാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ പുറകെ നടക്കുന്നത്. ഈ ആത്മാർത്ഥതയെ ദയവ് ചെയ്ത് രാധ പുറംകാലോണ്ട് ചവിട്ടിക്കളയരുത്. എന്റെ പൊന്നു ചേട്ടാ, വീണ്ടും വീണ്ടും ഞാൻ പറയാ, ഞാൻ അഞ്ജലിയാണ്, രാധയല്ല, രാധയല്ല, രാധയല്ല. ശരിയാണ്, താനിപ്പോ അഞ്ജലിയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പണ്ട് താൻ രാധയായിരുന്നു, തൃപ്പങ്ങോട്ടെ വാസുദേവന്റെ മകൾ രാധ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.